വിഷയത്തിൽ അതിഥികൾ ചേർന്നു മീഡിയയോടൊപ്പം നൂർദീൻ അഹമ്മദ്, അൽഹന്ദ് കോർപ്പറേറ്റ് ഡയറക്ടർ, അബ്ദുൽ സത്താർ, റഹാബി ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടറൊപ്പം തീർത്ഥാടകരായ ഹജ്ജിന് പോകാൻ തയ്യാറായിരിക്കുന്ന സുറയും ഉമ്മറും മലപ്പുറത്ത് നിന്നും ചേരുന്നുണ്ട്. ആദ്യം ശ്രീ നൂർദീനിലേക്കാണ്. ശ്രീ നൂർദീൻ, നോക്കൂ, ഇവിടെ കൊച്ചിയിൽ നിന്ന് ഹജ്ജിന് പോകാൻ ഒരു തീർത്ഥാടകൻ നൽകേണ്ട പണം 86,000 രൂപയാണ്. ഇനി കണ്ണൂരിൽ നിന്നാണെങ്കിൽ 89,000 രൂപയാണ്. കരിപ്പൂരിൽ നിന്ന് ഒരു ഹജ്ജ് യാത്രയ്ക്ക് പുറപ്പെടണമെങ്കിൽ നൽകേണ്ട തുക 1,65,000 രൂപയാണ്. എന്തുകൊണ്ടാണ് ഈ തീവെട്ടിക്കൊള്ള നടക്കുന്നത്? തീർച്ചയായിട്ടും വളരെ സങ്കടകരമായ ഒരു വാർത്തയാണത്. യാതൊരു ന്യായീകരണവും ഇല്ലാത്ത ഒരു വളരെ മോശമായ ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ്റും എയർ ഇന്ത്യ എക്സ്പ്രസും എടുത്തിരിക്കുന്നത്. നോക്കൂ, 2002 ഇവിടെ എയർ ഇന്ത്യയുടെ 747-400 ജംബോ വിമാനം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മുടെ റൺവേയുടെ നീളം കേവലം 6,000 അടി മാത്രമാണ്. ഇന്ന് നമ്മുടെ റൺവേയുടെ നീളം 2,700 മീറ്ററാണ്. ഒരു മീറ്റർ അടിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കൂട്ടിയാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് 10,000-ഓളം അടി റൺവേ നീളമുള്ള ഈ സമയത്ത് വൈഡ് ബോഡി എയർക്രാഫ്റ്റ് അനുവദിക്കുന്നില്ല. അതേ സമയത്ത് 2002 എയർ ഇന്ത്യയുടെ ജംബോ വിമാനം നമ്മുടെ ഇകെയുടെ, അതായത് എമിറേറ്റ്സിൻ്റെ SLR 200, അതുപോലെ തന്നെ സൗദി എയർലൈൻസിൻ്റെ ജംബോ വിമാനങ്ങൾ, അങ്ങനെ 2002 മുതൽ 2014 വരെ യാതൊരുവിധ പ്രയാസവുമില്ലാതെ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും ഹാജിമാരെ കൊണ്ടുപോയിരുന്ന, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഹാജിമാർ യാത്ര ചെയ്തിരുന്ന എയർപോർട്ടാണ് കോഴിക്കോട്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹാജിമാരുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് കോഴിക്കോട്, മലപ്പുറം അതുപോലെയുള്ള പ്രാന്ത ജില്ലകളിൽ നിന്നാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ കാലിക്കറ്റ് എയർപോർട്ടിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോഴിക്കോട് എയർപോർട്ടിൽ മാത്രം ഹജ്ജ് ഹൗസും മറ്റു സൗകര്യങ്ങളൊക്കെ ഉള്ളത്. ഒന്നും കൂടി ആലോചിച്ച് നോക്കുക, അന്ന് കൊച്ചിയിലൊരു കേവലം ഒരു നേവിയുടെ ഹെലിപ്പാഡ് പോലത്തെ ഒരു എയർപോർട്ട് മാത്രമേ ഉള്ളൂ. അന്നും കോഴിക്കോട് നിന്നാണ് ഹാജിമാർ മുഴുവനും പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ഇപ്പോൾ ഒരു വൺ വേ ടിക്കറ്റിന് 20,000 രൂപയും ഒരു റിട്ടേൺ ടിക്കറ്റിന് 34,000 രൂപയേ ഉള്ളൂ. നിങ്ങൾ ഏത് എയർലൈൻ എടുത്തു നോക്കൂ, എയർ ഇന്ത്യ എക്സ്പ്രസ് എടുത്തു നോക്കൂ, സ്പൈസ് ജെറ്റ് എടുത്തു നോക്കൂ, ഫ്ലൈനാസ് എടുത്തു നോക്കൂ, സലാം എയർ എടുത്തു നോക്കൂ, ഏതൊരു വിമാന കമ്പനിയുടെ ടിക്കറ്റ് നിരക്ക് നമ്മളിപ്പോൾ ഒരു മാർച്ച് ഒടുവിൽ വരെ, മാർച്ചിലൊക്കെ റംസാൻ കാലമാണ്, ആ സമയത്തൊക്കെ ഫ്ലൈറ്റ് നിരക്ക് വല്ലാതെ കൂടേണ്ട സമയമാണ്. എന്നിട്ട് പോലും റിട്ടേൺ ഫെയർ ഇപ്പോൾ കാണിക്കുന്നത് കേവലം 36,000. അതിൻ്റെ ഇരട്ടി തുക വാങ്ങിച്ചാൽ പോലും 80,000-84,000 രൂപയെ വാങ്ങിക്കാൻ പാടുള്ളൂ. ഇത് തികച്ചും ഒരു കോഴിക്കോട് എയർപോർട്ടിനെയും കോഴിക്കോട് എയർപോർട്ടിനെ ആശ്രയിക്കുന്ന ആൾക്കാരെയും അങ്ങേയറ്റം പാർശ്വവൽക്കരിക്കുക, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തി മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം 2018 നമ്മുടെ റൺവേ റീകാർപ്പറ്റിന് വേണ്ടി നിർത്തിവെച്ചു. വീണ്ടും അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള MP-മാരും മറ്റൊക്കെ സമ്മർദ്ദം ചെലുത്തിയതിന് കൊണ്ട് 2018 മുതൽ 2020 വരെ വീണ്ടും ജംബോ ഓപ്പറേഷൻ കോഴിക്കോട് ഉണ്ടായിരുന്നു. എല്ലാ വിമാനവും ഓപ്പറേറ്റ് ചെയ്തു, സൗദി എയർലൈൻസ് ഓപ്പറേറ്റ് ചെയ്തു, എയർ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്തു. പക്ഷേ എമിറേറ്റ്സിന് ആ ബൈലാറ്ററൽ അഗ്രിമെൻ്റ് പ്രകാരം വിഡ്രോ ചെയ്യേണ്ടി വന്നുകൊണ്ട് അവർ പിന്മാറി. അപ്പോൾ ഈ വീണ്ടും 2020 ഓഗസ്റ്റ് 7 കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തകർന്നു വീഴുന്നത്. അതിൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാവുന്നത് റൺവേയുടെ തകരാറായിരുന്നില്ല, അത് പൈലറ്റ് ടെറർ എന്നാണ് ഇപ്പോൾ വിശേഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ കാരണം കൊണ്ടാണ് 2020 ഓഗസ്റ്റ് 10 മുതൽ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഇത്തരം വിമാനങ്ങളൊക്കെ നിർത്തിവെച്ചത്. ഇതിനേക പരിഹാരം വൈഡ് ബോഡി എയർക്രാഫ്റ്റുകൾ അനുവദിക്കുക, ഈ യാത്രാ പ്രശ്നം പരിഹരിക്കുക. തികച്ചും അന്യായവും അക്രമവുമാണ് ഇപ്പം ചെയ്യുന്നത്. ഒരു ഏറ്റവും കൂടുതൽ പുണ്യകരമായ ഒരു കർമ്മത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ പാർശ്വവൽക്കരിക്കുകയാണ് ഇതുകൊണ്ട് ചെയ്യപ്പെടുന്നത്. എന്തൊക്കെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാലും ഇത്രയും പണം ഈടാക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് താങ്കൾ പറയുന്നത്.